മണ്ണാർക്കാട് ചിറക്കൽപ്പടി പ്രദേശത്ത് മോഷണം വർദ്ധിക്കുന്നതായി പരാതി. 1.5 മാസത്തിനിടെ 3 വ്യാപാര സ്ഥാപനങ്ങളിലും 2 വീടുകളിലും മോഷണം നടന്നതായി പറയുന്നു. കഴിഞ്ഞ ദിവസം മുടിക്കുന്നിൽ ഖാജ ഹുസൈന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ച 1.5 പവൻ സ്വർണവും 10,000 രൂപയും മോഷണം പോയി. സംഭവം മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. നാഷണൽ ഹൈവേയുടെ അരികിലുള്ള വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഉമ്മയും പെങ്ങളും പെങ്ങളുടെ കുട്ടിയും ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിലെ അലമാരയിൽ നിന്നുമാണ് സ്വർണവും പണവും മോഷണം പോയതെന്നും ഉറങ്ങിക്കിടന്ന പെങ്ങളുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെയാണ് മോഷ്ടാവ് വീട്ടിൽ കയറിയതായി അറിഞ്ഞതെന്നും മോഷ്ടാവിന്റെ കയ്യിൽ പിടിച്ചെങ്കിലും കൈകുതറി ഓടി രക്ഷപ്പെടുകയാണുണ്ടായതെന്നും വീട്ടുകാരനായ മുടിക്കുന്നിൽ ഇർഷാദ് പറഞ്ഞു. രാത്രി ഇമ്മയും പെങ്ങളെ കുട്ടിയും കടന്നുറങ്ങിയിരുന്നു. അപ്പോഴാണ് മോഷ്ടാവെത്തി പെങ്ങളുടെ മാല പിടിക്കുന്ന ശ്രമത്തിലാണ് പെങ്ങൾ മോഷ്ടാവിൻ്റെ കൈമ പിടിച്ച് മോഷ്ടാവ് കുതിര ഓടുകയും ഉമ്മയും പെങ്ങളും കുട്ടിയും ശബ്ദമുണ്ടാക്കി അറിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഉണരുന്നത്. ഞങ്ങൾ പെങ്ങളുടെ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ ഞാനും ഓടിയെങ്കിലും എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. പിന്നീടാണ് ഞങ്ങൾ അലമാര തുറന്നതായി കണ്ടത്. അലമാര പരിശോധിച്ചപ്പോഴാണ് വളയും പണവും നഷ്ടപ്പെട്ടതായി ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ പോലീസിനെ വിവരമറിയിച്ച് ആ ടൈമിൽ പോലീസ് കല്ലടിക്കോട് പോലീസ് ഇവിടെ എത്തുകയും പിന്നെ അതിനോട് അനുബന്ധമായ ശ്രമങ്ങൾ അവർ നടത്തി. പക്ഷെ അവർക്ക് സാധിച്ചില്ല. പിന്നെ അവർ പറഞ്ഞു മണ്ണാർക്കാട് പോലീസിനെ വിവരമറിയിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വിവരമറിയിച്ച് രാവിലെ അവർ എത്തുകയും പിന്നെ അവരുടേതായ കുറച്ച് ശ്രമങ്ങൾ നടത്തി. അവർ പിന്നീട് വരുമെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കള്ളനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും താഴ്ന്നയെ അപേക്ഷിക്കുന്നു. രണ്ടാഴ്ച ശേഷമായി 3 മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഇത് 5ാമത്തെ സംഭവമാണെന്നും ചിറക്കൽപ്പടിയിലെ ഇഷാൻ മിനി മാർക്കറ്റിൽ നിന്നും 40,000 രൂപ വില വരുന്ന ലാപ്ടോപ്പും കടയിൽ സൂക്ഷിച്ച 40,000 രൂപയും മോഷണം പോയതായും മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസിന് കൈമാറിയതായും കടയുടമ സഫീർ പറഞ്ഞു. നമ്മുടെ ഈ ചിറക്കൽപ്പടി പ്രദേശത്ത് ഏകദേശം 1 മാസത്തോളമായി സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ വലിയൊരു മോഷണ ശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് കയറിയത്. അന്നൊരു ഏകദേശം 40,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പും പിന്നെ മാത്രമാണ് ഇവിടുന്ന് കിട്ടിയത്. പിന്നെ ഒരു 10-40 രൂപ മാത്രമേ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പോയി. നേരെ മുമ്പിൽ ഒരു പഴയ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഏകദേശം 30,000 രൂപേൻ്റെ ചെമ്പ് നഷ്ടപ്പെട്ടു. വളരെ ദരിദ്രനായ ഒരു നിത്യവൃത്തി ചെയ്ത് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അയാളൊരു 30,000 രൂപേൻ്റെ ചെമ്പ് കോപ്പറൊക്കെ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ അതിന് ശേഷം ഏകദേശം ഒരു 15 ദിവസത്തിന് ശേഷം കൃഷി ഞങ്ങൾ ആ CCTV ദൃശ്യം പരിശോധിച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരേ സെയിം ആളാണ് നമുക്കതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം പിന്നാന്ന് ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് വളരെ ദരിദ്രന്മാരായ ഒരു ചെറ്റക്കുടിൽ അവിടുന്നാണ് ഇപ്പോൾ ഒരു ഏകദേശം 1.5 പവൻ സ്വർണവും 10,000 രൂപ ക്യാഷും കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു വീട്ടിൽ മോഷണ ശ്രമം നടത്തി എന്ന് പറയപ്പെടുന്നു. അവിടുന്ന് ഒരു പക്ഷിക്കൂടും പക്ഷികളെയും മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ നിരന്തരം നമ്മുടെ പ്രദേശത്ത് വളരെ ഭീഷണിയായി കൊണ്ടിരിക്കുകയാണ് ഈ മോഷണ ശല്യങ്ങൾ. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാർ അവർ വന്ന് വളരെ ആക്റ്റീവായിട്ട് തന്നെ അപ്പോൾ അന്ന് പരാതി കൊടുത്തപ്പോൾ പോലീസ് അപ്പോൾ സ്പോട്ടിൽ ഞങ്ങളൊപ്പം തന്നെ വന്ന് പരാതി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒക്കെ രേഖകളും അത് വൈകിട്ടായപ്പോഴത്തേന് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗമൊക്കെ വന്ന് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ അവർ അന്ന് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്തിലേക്ക് എത്തിയിട്ടില്ല. ആൾ ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇത് തുടർച്ചയായി നിരന്തരം അടുത്ത പ്രദേശങ്ങളിലൂടെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള സാധാരണ വീട്ടുകാർക്കും വളരെ വലിയ രൂപത്തിലുള്ള ഒരു പ്രശ്നമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉന്നത അധികാരികൾ പോലീസ് നമ്മുടെ മണ്ണാർക്കാട്ടെ പോലീസുകാരൊക്കെ ശക്തമായ പോലീസുകാരാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് ഈ സാധാരണക്കാരുടെ ആശങ്കകൾ
അകറ്റണമെന്ന് ആണ് നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കുറിശി EKS ഫ്രൂട്ട്സ്, ചിറക്കൽപ്പടിയിലെ പഴയ മാർക്കറ്റ് എന്നിവിടങ്ങളിലുമാണ് മോഷണം നടന്നതായി പറയുന്നത്. ഇന്നിൽ കാജ ഹുസൈൻ നൽകിയ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാജേഷ് കുമാർ, മുസ്തഫ, ഇജാസ് എന്നിവരും സ്ഥലത്തെത്തി.